എല്ലാവർക്കും നമസ്കാരം. ലൈക്ക് ആൻഡ് ലൈവിലെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് നമ്മുടെ ഏഷ്യാനെറ്റിലെ അഡ്വക്കേറ്റ് അഞ്ജലിയിലുള്ള പാർവതി അയ്യർ. വെൽക്കം പാർവതി. എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ട് പോകുന്നു. വിശേഷം തന്നെ അഡ്വക്കേറ്റ് അഞ്ജലിയാണ്. എല്ലാം നന്നായിട്ടാണ് പോകുന്നത്. സീരിയൽ വിശേഷമാണോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞു, ഇപ്പൊ രണ്ടും കൂടെ ഒരുമിച്ചുള്ള ഒരു ഭയങ്കര ഇരട്ടി മധുരമായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ 6 months ആവാറായി. അതൊരു പുതുമോടിയാണല്ലോ. ഓക്കെ, അപ്പൊ ഈ സീരിയലിൽ വന്ന ശേഷമല്ലേ കല്യാണം? കല്യാണം ഇപ്പൊ ജനുവരിയില്ല കല്യാണം കഴിഞ്ഞത്. അപ്പൊ അഡ്വക്കേറ്റ് അഞ്ജലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നോ? സീരിയൽ തുടങ്ങിയിട്ട് 1 year ആവാറായി. 1 year ആവാറായി. അപ്പൊ 200 episode ആവാറായി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ നമ്മുടെ ലൈഫും സീരിയൽ ഫീൽഡും എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നു? നന്നായിട്ട് പോകുന്നു. പ്രത്യേകിച്ച് അങ്ങനെ മാറ്റങ്ങളൊന്നും ഇല്ല. കാരണം ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ കല്യാണത്തിന് മുമ്പേ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, രണ്ടും കൂടെ ഒന്നിച്ച് അങ്ങ് മാനേജ്. ലവ് മാരേജ് ആണോ? ലവ് മാരേജ്. അപ്പൊ എന്നാലും ഒരു ലവ് സ്റ്റോറിക്കുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. എങ്ങനെയാണ് കണ്ടുമുട്ടിയതൊക്കെ? ആക്ച്വലി ഫ്രണ്ട് ഓഫ് ഫ്രണ്ട് ആയിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഫ്രണ്ട്സ് ആയി. ഡയറക്റ്റ് പിന്നെ ലവ് എന്ന് പറയാൻ പറ്റില്ല, ഡയറക്റ്റ് ഒരു പ്രപ്പോസൽ വരികയായിരുന്നു. അപ്പൊ വന്നു വീട്ടിലോട്ടല്ല, എന്നോട് വന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയി പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു. പഠിക്കുമായിരുന്നു അപ്പോ? ഞാൻ ആക്ച്വലി അന്നും സീരിയൽ ചെയ്യുമായിരുന്നു. പഠിത്തമുണ്ട്, ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ആ ടൈമിലായിരുന്നു. വന്ന് ഫസ്റ്റ് പറഞ്ഞപ്പോ എന്ത് തോന്നി? ഞാൻ ആക്ച്വലി എന്താ പറയുക, പുള്ളി നമ്മളിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരാളെ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങ് ചോദിക്കാം ആരാണ്, ഇന്ന ആളാണ് ചോദിക്കാം. അപ്പോൾ പറഞ്ഞു ഇല്ല, എനിക്ക് നിന്നെയാണ് ഇഷ്ടം. ഞാൻ ഇങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് വീട്ടിൽ നിന്ന് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ വീട്ടിലോട്ട് പോയി ചോദിക്കുന്നതായിരിക്കും. പുള്ളി എന്ത് ചെയ്യാ? പുള്ളിയാണ് അഡ്വക്കേറ്റ്. ഓ, അടിപൊളി. അപ്പൊ പാർവതി ഇപ്പൊ എന്താ ചെയ്യുന്നത്? MBA ചെയ്യുവാണ്. അല്ലാതെ സർട്ടിഫിക്കറ്റ്. അപ്പൊ എല്ലാം ഹസ്ബൻഡ് പറഞ്ഞു തന്നോ? ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യും. പുള്ളി എന്തെങ്കിലുമൊക്കെ ലോസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരും. പിന്നെ നമ്മൾ പൊതുവേ സീരിയലിൽ ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡ് കൂടുതലാണല്ലോ. കാരണം അഡ്വക്കേറ്റ്സ് റിയൽ ലൈഫിൽ തന്നെ കുറേ കാര്യങ്ങൾ ലോസ് ഒക്കെ ആണെങ്കിലും അവൻ അധികം സ്പീഡിലാണല്ലോ പറയുന്നത്. അപ്പൊ പറയും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, ഇങ്ങനെ പറയണം എന്നൊക്കെ പറയും. പിന്നെ സാറ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, ജനാർദ്ദനൻ. എനിക്ക് വേറെ സെക്കൻഡ് ഓപ്ഷൻ ചോദിക്കേണ്ട ഒരു വന്നിട്ടില്ല. പുള്ളി ഭയങ്കര സപ്പോർട്ടാണ്. എങ്ങനെ വീട് ഇപ്പൊ എവിടെയാണ്? ഞാൻ ഹസ്ബൻഡിന്റെ വീട് പേരൂർക്കടയാണ്. പിന്നെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ട്രിവാൻഡ്രം മലയങ്കിലാണ്. അപ്പൊ എന്റെ വീട്ടിന്റെ അടുത്താണ്, ഞാൻ പേയാടാ താമസിക്കുന്നത്. ട്രിവാൻഡ്രം ആണപ്പോ? ഓ, ഓക്കെ. അപ്പൊ ഇപ്പൊ പഠിക്കുന്നില്ല? അപ്പൊ ഇപ്പൊ MBA ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പഠിത്തവും എന്താണ്? സർട്ടിഫിക്കറ്റ് കോഴ്സ്, കേരള നടനം സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യുന്നുണ്ട്. ഡാൻസർ ആണപ്പോ? ഓ, അപ്പൊ പാട്ട് പാടുമെന്ന് തോന്നില്ല. പാടാൻ അറിയത്തില്ല, എനിക്ക് ആ ഒരു കഴിവില്ല. ഫസ്റ്റ് ചെയ്യുന്ന സീരിയൽ ഏതായിരുന്നു? പിറന്നോളാണ്, അമൃത ടിവിയിൽ. അമൃതയില്. ഓക്കെ. അല്ലാതെ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് ദേവി മഹാത്മ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഉണ്ടെന്നറിയാം, അത് അമ്മ പറഞ്ഞിട്ടറിയാം. അത് ഭയങ്കര കുഞ്ഞിലായിരുന്നു, ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡോ ആ ടൈമിലായിരുന്നു. അപ്പൊ ആക്ടിങ് പാർവതിക്കാണോ ഇഷ്ടം? വീട്ടുകാരുടെ ആദ്യം അമ്മയ്ക്കായിരുന്നു ഇഷ്ടം. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് വന്നതാണ്. ഇപ്പൊ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കുറെ ഗ്യാപ്പിന് ശേഷമാണ് വരുന്നത് അല്ലേ? ഫസ്റ്റ് ആ ഒരു പ്രോജക്റ്റാ ചെയ്തത്. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഞാൻ 12th കഴിഞ്ഞപ്പോഴാണ് ആൺപിറന്നോളിലാണ് ലീഡായിട്ട് വന്നത്. ആൺപിറന്നോളിലാണ്. അപ്പൊ ഇപ്പം ചെയ്യുന്ന ക്യാരക്ടറിൽ കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെ ഇതിനു വേണ്ടി ഫൈറ്റ് പഠിച്ചോ? അത് ട്രെയിനിങ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആ സമയത്ത് നമ്മുടെ ഷൂട്ട് തുടങ്ങുന്നതിന്റെ തലേദിവസം സാറിന്റെ സണ്ണിലോ കൊറിയോഗ്രാഫറാണ്, ഫൈറ്റും എല്ലാം ചെയ്യുന്ന ഒരാളാണ് ഉല്ലാസേട്ടൻ. അപ്പൊ ഉല്ലാസേട്ടൻ തന്നെ ഒരു ദിവസം മുമ്പേ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഫൈറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ തട്ടിയും കുട്ടിയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് ചെയ്യും. ഫസ്റ്റ് സീൻ എന്തായിരുന്നു? അപ്പോൾ എന്റെ ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ അമ്പലത്തിലൊരു സീക്വൻസ് ആയിരുന്നു. ഞാൻ ഈ ഹീറോയുടെ ബ്രദറിനെ കാണുന്നതും അങ്ങനത്തെ ഒരു സംഭവം. ഫൈറ്റ് അല്ലായിരുന്നു. ഫൈറ്റ് ആക്ച്വലി 3rd episode ആണെങ്കിലും ഞങ്ങളുടെ ഫസ്റ്റ് ഷെഡ്യൂളിന്റെ ലാസ്റ്റ് അത് ഷൂട്ട് ചെയ്ത. അപ്പൊ എനിക്ക് ഹെൽത്ത് വൈസും ഓക്കെ അല്ലായിരുന്നു. ആ ടൈം ഭയങ്കര വീക്കായിരുന്നു, പനിയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് പോയി ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് എങ്ങനെ ഇതിലോട്ട് ഒരു കോൾ വരുന്നത് എങ്ങനെയാണ്? ഞാൻ ആക്ച്വലി സെക്കൻഡ് പ്രോജക്റ്റ് മുറ്റത്തെ മുല്ലായിരുന്നു എന്റെ സെക്കൻഡ് പ്രോജക്റ്റ്. ആ ടൈമിലാണ് ജനാർദ്ദനൻ സാറ് ഒരു വർക്കിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വേറൊരു പ്രോജക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. സാർ ഓർത്ത് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി വിളിച്ചു. അപ്പോഴും ഞാൻ വേറൊരു പ്രോജക്റ്റായിട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ ആ പ്രോജക്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സാറിനെ അങ്ങോട്ട് വിളിച്ചു. അപ്പൊ സാർ പറഞ്ഞു എല്ലാം നിർത്തിയിട്ട് വന്നു പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തോ ഭാഗ്യത്തിന് ഞാൻ ചെയ്ത 2 പ്രോജക്റ്റും ക്ലൈമാക്സ് ആവാറായിരുന്നു. എന്തോ ഭാഗ്യം, പോയ വർക്ക് പിന്നെയും വന്നത്. വർക്ക് നമ്മുടെ ഈ ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ലക്ക് തന്നെയാണ്. നമ്മൾ എത്ര വിചാരിച്ചാലും ചിലപ്പോൾ കിട്ടേണ്ടത് കിട്ടും, പോവേണ്ടത് പോകും. കാരണമാണ്. അപ്പൊ എങ്ങനെ ലൊക്കേഷനിൽ എല്ലാവരോട്ടും ഭയങ്കര ഫ്രണ്ട്ലി ആണോ?
ഫ്രണ്ട് സർക്കിൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഇടയ്ക്ക് ഷൂട്ടിൻ്റെ ഇടയിൽ തന്നെ ഈ ഫൈറ്റ് സീക്വൻസ് ചെയ്തപ്പോൾ ഒരു കാലിന് ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കാലും എയർലൈൻ ഫ്രാക്ചർ ആയിരുന്നു. ആ ടൈം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഹസ്ബൻഡും പിന്നെ എൻ്റെ ലൊക്കേഷനിലുള്ള എല്ലാവരും. അപ്പോൾ അത് വെച്ച് അഭിനയിച്ചോ? അത് വെച്ച് അഭിനയിച്ചു. ആ ടൈമിലായിരുന്നു കല്യാണം. അത് ഇപ്പോഴും പ്രോപ്പറായിട്ട് ക്യൂർ ആയില്ല. അപ്പോൾ എങ്ങനെ നടക്കാനൊക്കെ ആക്ച്വലി പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഒരു 1 month ഫൈറ്റ് ആയിരുന്നു. അത് വന്നിട്ട് സെക്കൻഡ് ഫൈറ്റ് ആണ്. ഞങ്ങൾ ഫസ്റ്റ് ഫൈറ്റ് അല്ല, സെക്കൻഡ് ഫൈറ്റ് അമ്പലത്തിൽ വെച്ചുള്ള ഫൈറ്റ് ആയിരുന്നു. അതിനുശേഷം ഫൈറ്റ് അല്ല, ആക്ച്വലി ഓടി വന്നിട്ട് ചാടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ചാടിയപ്പോൾ സ്കിഡായിപ്പോയി ഞാൻ അങ്ങ് വന്ന് വീണിട്ട് 2 കാലും എയർലൈൻ ഫ്രാക്ചർ ആയിപ്പോയി. ഒരു 1 month ഇട്ടേക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ 2 ആഴ്ച ഇളക്കി കളഞ്ഞു ഷൂട്ടുള്ളതുകൊണ്ട്. എന്നിട്ട് അത് വെച്ച് ബാൻഡേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബാൻഡേജ് ഇട്ടിട്ട് അഭിനയിച്ച് ഷൂട്ടിന് പോയി ലൊക്കേഷനിൽ ജോയിൻ ചെയ്തതിൻ്റെ അന്ന് തന്നെ പിന്നെയും സ്കൂട്ടറിൽ നിന്ന് മരിഞ്ഞടിച്ചു വന്ന് വീണു. വീഴ്ചയോടെ അപ്പൊ ഏറ്റവും ഫ്രണ്ട്ലി ആരോടാ ലൊക്കേഷനിൽ? ലൊക്കേഷൻ എല്ലാവരുമായിട്ടും ഫ്രണ്ട്ലിയാ. എല്ലാവരും ലൈക്ക് ഇന്ന പേഴ്സൺ ഒന്നുമില്ല, പക്ഷെ എല്ലാവരുടെയും കമ്പനിയാണ്. എനിക്കത് മനസ്സിലായി. നമ്മള് ഭാവനയിലാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പൊ നമ്മള് ഡാൻസിന്റെ റിഹേഴ്സൽ ടൈം ആയിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് വന്നാൽ വേണ്ടി ഞാൻ പെട്ടെന്ന് അങ്ങനെ എനിക്ക് മിണ്ടാൻ ഇച്ചിരി പാടാണ്. കാരണം അവരെങ്ങനെയാണ് നമുക്കറിയില്ലല്ലോ. എനിക്ക് ഇച്ചിരി മിണ്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇയാൾ വന്ന് എന്നോട് മിണ്ടി ആ ചേച്ചി എനിക്കറിയാം, ചേച്ചി അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട്. ആകുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ വർക്ക് അല്ലേ, ഏത് ക്യാരക്ടറും ആവട്ടെ നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മുടെ വർക്കാണല്ലോ. അതെ, എല്ലാവരും ഒരു യൂണിറ്റി ആയിട്ട് പോയാലല്ലേ അത് പ്രോപ്പറായിട്ട്. പക്ഷെ എനിക്ക് തന്നെ അറിയത്തേയില്ല. പൂക്കാലത്തിൽ പൂക്കാലത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആ ഒരു പരിചയമുണ്ട്. എന്ന് വെച്ചാൽ അത് നമ്മൾ ചാനലല്ലേ കാണുന്നത്, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഒന്നും മിണ്ടിയല്ലോ, ഇങ്ങനെ നമുക്ക് അറിയില്ലല്ലോ മിണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകും. എന്നാലും വന്നു പിന്നെ അപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര ഫ്രണ്ട്ലി ആണ് എന്നുള്ളത് തോന്നി. ഞാൻ എല്ലാവരോടും അങ്ങോട്ട് പോയി ഫ്രണ്ട്ലിയാണ്. പിന്നെ ഫ്രണ്ട് സർക്കിളൊക്കെ എങ്ങനെയാണ്? ഫ്രണ്ട് സർക്കിൾ ഫീൽഡ് അല്ലാതെ ഭയങ്കര കുറവാണ്. ഞാൻ അങ്ങനെ ഫ്രണ്ട് സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന വളരെ ക്ലോസ് ആയിട്ടൊരു 1-2 മെയിൻറ്റെയിൻ ചെയ്യാറില്ലെന്നാണോ? ചെയ്യാറല്ല, അങ്ങനെ ഒത്തിരി ക്ലോസ് ആയിട്ട് അങ്ങനെ ആൾക്കാർ ഇല്ല. എന്താ അങ്ങനെ വെക്കാത്ത? വച്ചതൊക്കെ നല്ല പണി കിട്ടും തീരെ എല്ലാരും പറയുന്ന ഡയലോഗ്. വളരെ ക്ലോസ് ആയിട്ട് ഇൻഡസ്ട്രിയിലാണെങ്കിലും വളരെ ക്ലോസ് ആയിട്ടുള്ള 1-2 പേരൊക്കെ. വീട്ടിലപ്പോൾ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ അമ്മയുണ്ട്, ഹസ്ബൻഡുണ്ട്, സിസ്റ്ററുണ്ട്. അച്ഛനില്ല, പുള്ളി പാസ്ഡ് ആയി 5 years ആയി. അച്ഛൻ റിസർവ് ബാങ്കിലായിരുന്നു, റിട്ടയർഡ് ആയിട്ടാണ്. ഹസ്ബൻഡിന്റെ വീട്ടിലാണോ? ഇപ്പം ഞാൻ ഷൂട്ടുള്ളത് കൊണ്ട് എന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. പാർവതിയുടെ വീട്ടിലാണോ? പാർവതി അയ്യർ എന്ന് പറയുമ്പോൾ ഫാദറാ ഹരിഹര സുബ്രഹ്മണ്യ അയ്യർ, അച്ഛന്റെ പേരാ. അപ്പോ എങ്ങനെ? നോൺ വെജ് ആണോ നോൺ വെജ് ആണോ? ഞാൻ നോൺ വെജ് ആണ്, നോട്ട് ദ പോയിന്റ്. എല്ലാം കഴിക്കും. അപ്പൊ ഡയറ്റും കാര്യങ്ങളൊന്നും ഡയറ്റ് ഉണ്ടായിരുന്നു, ഡയറ്റും വർക്ക്ഔട്ട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കാലിൽ ഇഞ്ചേർഡ് ആയതിനു ശേഷം എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ്. കാരണം സീരിയലിൽ തന്നെ ഒത്തിരി ഫൈറ്റും അതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഓരോ സീക്വൻസ് കഴിയും തോറും ഞാൻ ഹോസ്പിറ്റലിലാണ് പോണേ. അപ്പൊ ഡിസ്ലൊക്കേഷൻസും കാര്യങ്ങളും ഒക്കെ വന്നു. അങ്ങനെ കുറച്ച് ഹെൽത്ത് ഭയങ്കര വീക്ക്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു കുറച്ച് നാളത്തേക്ക് ഡാൻസും ചെയ്യുമല്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഡയറ്റും വർക്ക്ഔട്ടും ഒക്കെ വർക്ക്ഔട്ട് ഇല്ല. അപ്പൊ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല, ഡാൻസ് മാത്രമേ ഉള്ളൂ. ബ്യൂട്ടി ടിപ്സ് ഒക്കെ എന്തൊക്കെയാ? ഒന്നുമില്ല ചേച്ചി, സത്യം പറയാം, ഒന്നുമില്ല. കാരണം ഉറക്കം പോലും ഇല്ല. സ്ഥിരം ആർട്ടിസ്റ്റുകൾ പറയുന്ന ഒരു ഡയലോഗാണ്, ഒന്നും ശ്രദ്ധിക്കാറില്ല. കാരണം ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന് നേരെ വരും, അസൈൻമെന്റ്സ് എഴുതും. ഞാൻ പറഞ്ഞില്ല, ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് കേരള നടനത്തിന്. അപ്പൊ ഈ രാത്രി 4 മണി വരെ അസൈൻമെന്റ്സ് എഴുതും. 6 മണിക്ക് വർക്ക് ഷൂട്ട് വരും, പിന്നെയും പോകും. 11 മണിക്ക് വരും, പിന്നെയും അസൈൻമെന്റ്സ് എഴുതും, പഠിക്കാനുണ്ട്. അപ്പൊ ഇതാണ് എന്റെ റുട്ടീൻ. അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഹോബീസും കാര്യങ്ങളൊന്നും? ഹോബീസ് ഡാൻസ് ചെയ്യും, ഇതാണ് ഹോബി എന്ന് പറയുന്നത്. ഞാൻ MBA ക്ലാസ് നെക്സ്റ്റ് മന്ത് സത്യത്തിൽ പാടത്തില്ല. എനിക്ക് ആ ഒരു കഴിവ് ദൈവം തന്നിട്ടില്ല. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? അഡ്വക്കേറ്റ്. യെസ് യെസ്, സോറി കേട്ടോ, ഞാൻ അത് വിട്ടുപോയി. ക്വസ്റ്റ്യൻ എല്ലാം തീർന്നു പോയോ? ഒന്നും ചോദിക്കാനില്ല. ഇനി എന്താ ചോദിക്കണ്ട, എല്ലാം ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പൊ ചെയ്യുന്നത് എല്ലാം തികഞ്ഞ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ക്യാരക്ടർ കാണുമ്പോൾ അയ്യോ ഇത് ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു? ഞാൻ ആക്ച്വലി അഡ്വക്കേറ്റ് അഞ്ജലി എൻ്റെ 7th പ്രോജക്റ്റാണ്. അപ്പം ഞാൻ എടുത്ത ഓരോ ക്യാരക്ടേഴ്സും എനിക്ക് ആഗ്രഹിച്ച പോലെ ഓരോന്നും പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടറായിരുന്നു. എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആൺപിറന്നോള, അതൊരു ട്രാൻസ്ജെൻഡർ സ്റ്റോറിയാണ്. അപ്പോൾ ആ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ, ഞാനല്ലായിരുന്നു ട്രാൻസ്ജെൻഡർ, പുള്ളിക്കാരിയുടെ പേരായിട്ടായിരുന്നു. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന അവരുടെ ഒരു ലൈഫ് ഉണ്ടല്ലോ, അപ്പം അതെനിക്ക് അറിയണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ട്രാൻസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ട്രാൻസ്, അതായത് അതാണ് കഥ. റിയൽ ആയിട്ടാണോ? അല്ല,
അങ്ങനെ അഭിനയിക്കുന്നതാ. അവളുടെ പേര് റിയ എന്നാണ്. റിയയാണ് അതിൽ ലീഡ് ചെയ്തത്. ഞാനായിരുന്നു അവരുടെ പേര്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അത് ലീഡ് ചെയ്തത്. അപ്പൊ ആ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ലൈഫ് എന്താണെന്നും പുതിയ പുതിയ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ആ ഒരു വർക്ക് അങ്ങനെയാണ്. പിന്നെ വന്നത് ഭാവന ഉണ്ടായിരുന്നു, മുറ്റത്തെ മുല്ല. അത് വേറെ വേറെ സ്റ്റോറീസ് ആയിരുന്നു. അപ്പൊ എനിക്ക് നെഗറ്റീവ് ട്രൈ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ചെയ്ത നിന്നിഷ്ടം എന്നിഷ്ടം ഭാവനയും നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ അതും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ അമ്മയെ ഭഗവതിയുടെ ഭയങ്കര പാവമായിരുന്നു. ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് അതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എനിക്ക് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ ആർട്ടിസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങനെയുള്ള കഴിവൊന്നും കാണത്തില്ല, ഞാൻ ചെയ്ത എങ്ങനെ ഇരിക്കും. പക്ഷെ എനിക്ക് എന്നെ തന്നെ കൺഫ്യൂസ്ഡ് ആയിരുന്ന പല മൂമെന്റ്സും ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാർ എനിക്കിത് പറ്റുമെന്ന് അറിയില്ല, സാർ എന്നെ നീ വിശ്വസിക്കും, എനിക്ക് പറ്റും. എന്താണോ താൻ വിശ്വസിക്കടോ, ട്രസ്റ്റ് മീ. കണ്ടോണ്ടിരിക്കുക സാർ തന്നെ സത്യം പറഞ്ഞാൽ സാർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് കാണ്ടെന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് അയക്കാൻ അല്ലെങ്കിൽ ഐ വിൽ എന്നുള്ളൊരു കാര്യം സാറ് കാരണം തന്നെയാണ്. സാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അങ്ങനെയാണ്, ചെയ്യാൻ പറ്റാത്തവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമ്മൾ ചെയ്യുന്നത് കൊള്ളില്ലെങ്കിൽ അത് മുഖത്ത് നോക്കി പറയും എന്താണോ ചെയ്യുന്നത്, എനിക്ക് അഭിനയിക്കാതെ അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കണോ അല്ലേ. അപ്പോൾ ഇത്രയും ചെയ്ത ക്യാരക്ടറിൽ ഏത് ക്യാരക്ടറാണ് കൂടുതൽ? അഡ്വക്കേറ്റ് അഞ്ജലി തന്നെയാണ്. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഒന്നാമത് നമ്മൾ ടിപ്പിക്കൽ സീരിയൽ ടൈപ്പ് കാര്യമല്ല നമ്മൾ കൂടുതലും സെന്റിമെന്റ്സും കരച്ചിലും അമ്മായിയമ്മ പോര് കേസും ലോയും അതൊക്കെയാണ് കൂടുതലും പറയുന്നത്. കൂടുതലും അങ്ങനെയാണ്. കാരണം സൊസൈറ്റൽ മെസ്സേജസ് വരുന്ന ഒരു കാര്യം, സ്ത്രീക്ക് വേണ്ടി സ്ത്രീ സംസാരിക്കുന്നു, അങ്ങനെ കാര്യങ്ങൾ. പിന്നെ ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു പെൺകൊച്ചിനെ സർവൈവ് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, ആൾക്കാരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കുന്നു, ഭയങ്കര ബോൾഡാണ്. വീക്കാണ്, ഇമോഷൻ സൈഡ് വെച്ചിട്ട് ഫാമിലി സൈഡ് വെച്ച് വീക്കാണ്, എങ്കിൽ പോലും സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കുന്നു, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ അങ്ങനെ എക്സ്പീരിയൻസ്, എല്ലാ ഇമോഷൻസും ഉണ്ട്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇതിനകത്തുണ്ട്. അതെ, അത് നമ്മൾ ക്യാരക്ടർ കാണുമ്പോൾ അറിയാം. അതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്ന് പറയുന്നത് ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണ്, അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കുന്നത് തന്നെ. പുള്ളി സിനിമയിലൊക്കെ അഭിനയിച്ച് പുള്ളി ബൈഹാർട്ടാണ്. കാരണം പുള്ളി കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അന്നപൂർണ്ണ കാറ്ററിംഗിൽ പുള്ളി ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലും പുള്ളിയുടെ കൂടെയുള്ള സീനിൽ പുള്ളിക്ക് ഡയലോഗ് വേണ്ട, പ്രോംപ്റ്റിംഗ് വേണ്ട. നമുക്കൊക്കെ സീരിയൽ ചെയ്യുന്നതുകൊണ്ട് പ്രോംപ്റ്റിംഗ് ഇല്ലാണ്ട് ഒരു രക്ഷയില്ല. എനിക്ക് പ്രോംപ്റ്റിംഗ് വേണം കേട്ടോ. പുള്ളി പറയാണ് വേണ്ട എനിക്ക് ഡയലോഗ് പറയണ്ട. അപ്പം ഞാൻ ഇങ്ങനെ കണ്ണു കാണിക്കും, എൻ്റെ ഡയലോഗ് പറയണേ. പുള്ളി അങ്ങ് പറയുക, ഒറ്റ തവണ നോക്കിയിട്ട് പുള്ളി ഇങ്ങ് പറയുക. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇയാൾ എങ്ങനെ പുള്ളിയുടെ കൂടെ പിടിച്ച് നിൽക്കുന്നു. പുള്ളി പ്രോംപ്റ്റിംഗിലാണോ പറയുന്നത്? പ്രോംപ്റ്റിംഗ് ഇടയ്ക്ക് പ്രോംപ്റ്റിംഗ് ഉണ്ട്, ഇടയ്ക്ക് ബൈഹാർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. വലിയ വലിയ ഡയലോഗ്സ് ഒക്കെ ബൈഹാർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. കാരണം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സീക്വൻസ് ആണല്ലോ, എനിക്ക് അങ്ങനത്തെ സീക്വൻസ് ചെയ്യാൻ ഇഷ്ടം. ഓപ്പോസിറ്റ് ആളുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത് നിന്ന് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടം. അപ്പൊ എനിക്ക് ആ ഡയലോഗ്സ് പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് കുഴപ്പമില്ല, ഓക്കെ, അങ്ങനെ ജില്ലായിട്ട് നിൽക്കല്ലേ. പിന്നെ ഇപ്പൊ സാർ ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും ശിവജി സാർ അതുപോലെ ഗീവ് ആൻഡ് ടേക്ക് ആണ്. നമ്മള് കുറച്ച് റീസ് ആയാൽ അതിനെക്കാട്ടി റീസ് ആവും. ആ ഒരു സീൻ കംപ്ലീറ്റ് ആവുന്നത് അങ്ങനെയാണ്. ശരിയാണ്, നമ്മുടെ കോ ആർട്ടിസ്റ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള മനുഷ്യനുണ്ടല്ലോ, കിട്ടില്ല മനുഷ്യന്. സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഇങ്ങോട്ട് തരണം. അതെ, പുറമേ നോക്കുമ്പോൾ നെഗറ്റീവ് ചെയ്യുന്ന ഒരാള് കുറച്ച് റഫ് ആൻഡ് ടഫ്, പക്ഷെ പൂക്കിയാണ്. സത്യം പറഞ്ഞാൽ പൂക്കിയാണ്. ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര പാവാ. എന്നോട് ഭയങ്കര ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എവിടെ താമസിക്കുന്നു എല്ലാം ചോദിച്ചു, ഭയങ്കര ഫ്രണ്ട്ലി തന്നെയാണ്. അപ്പൊ ഈ പഠിച്ചതൊക്കെ ട്രിവാൻഡ്രത്ത് നിന്നല്ലേ പറഞ്ഞേ? പൂജപ്പുര സെന്റ് മേരീസ് അവിടെയാണ് പഠിച്ചതല്ലേ? ഏത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ? LKG തൊട്ട് +2 വരെയും സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഗ്നോയിലാണ് ചെയ്തത്. ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റത്തുണ്ട്. ഡിഗ്രി ഇഗ്നോയിലാണ്, MBA ഇഗ്നോയിലാണ്. അല്ലാതെ സർട്ടിഫിക്കറ്റ് കേരള നടനം കോഴ്സ് ഞാൻ ഇവിടെ നടനജ്യോതി എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് സെന്റർ ഉണ്ട്, അപ്പം അവിടെ ബാബുനാരായണൻ. അപ്പൊ ഈ ഡാൻസിന്റെ നമുക്ക് മുദ്രകളൊക്കെ കാല് വയ്യാന്ന് പറഞ്ഞു, നമുക്ക് ഇരുന്നും കൊണ്ട് ചെയ്യാൻ പറ്റും ഇല്ലേ? കുറച്ച് ആക്ഷൻസും കാര്യം എനിക്കറിയാം, ഇങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. ഡാൻസർ അല്ലേ? ചെയ്യണോ? ഞാൻ ഇങ്ങനെ ഈ സിനിമാറ്റിക് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ എനിക്ക് ദേവി ചേച്ചി എപ്പോഴും ലൊക്കേഷനിൽ കാണിച്ചു. ചേച്ചി ഇങ്ങനെ പാടി ചെയ്യും കേട്ടോ. ചേച്ചിയുടെ പാട്ടെന്ന് പറയുന്നത് ആ ഏരിയ മൊത്തം കേൾക്കാം. ഹസ്ബൻഡും സിംഗർ ആണല്ലോ. യെസ്, അതെ. ചേച്ചി പക്ഷെ പാടിയത് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. അതൊന്ന് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് എന്തെങ്കിലും എന്താ ചെയ്യണ്ടേ, എന്തെങ്കിലും മുദ്രകളോ ഈ മുഖം വെച്ചുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെന്താ പറയുന്നത്, എക്സ്പ്രഷൻസ് കാണിക്കില്ല, ഓരോരോ രൗദ്രം, ശൃംഗാരം, അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സാധനം. പാട്ടിടണോ? കോപ്പിറൈറ്റ് വരും പാട്ടിട്ട. ശൃംഗാരം കാണിക്കാം. ശൃംഗാരം കൈ മുദ്ര വെച്ചിട്ട് എല്ലാം ചെയ്യുക. മുദ്ര തെറ്റരുത്, മുദ്ര ശ്രദ്ധിക്കണം. ശൃംഗാരം, ഹാസ്യം, കരുണം,
ഭയാനകം, ബീഭത്സം, ശാന്തം, പിന്നെന്താ ഉള്ളത്? ഹാസ്യം. ഞാൻ ഇതൊക്കെ കാണിച്ചപ്പോഴേ നമ്മുടെ ഫുഡ് വന്നു. അതിന്റെ പുള്ളി പേടിച്ചോടി ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നെ കണ്ടപ്പോ പേടിച്ചോ. സത്യം കൊണ്ടുവന്നപ്പോഴേ ഇങ്ങനെ കാണിച്ചു പുള്ളി. സത്യം ഞാനത് വിചാരിച്ചു പുള്ളി പേടിച്ചിന് പോയതാണ്. 9 ഇല്ലേ? ഞാൻ നമ്മുടെതാണോ? ഓക്കെ. അപ്പൊ എന്തായാലും പാർവതി ഇങ്ങനെ പറഞ്ഞു വിട്ടപ്പോ പുള്ളി അതുവഴി കറങ്ങി ഞാൻ വിളിച്ചപ്പോ ഇവിടെ കൊണ്ടുവച്ചു. ഇത് ചിക്കൻ ലോലിപോപ്പാണ്. ആ നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് ഇതുവരെ ചോദിച്ചില്ലല്ലോ. എവിടെ ഇരിക്കുന്നത് ബോർഡ് വായിച്ചില്ലായിരുന്നു. നമ്മളിപ്പോൾ ഇരിക്കുന്നത് കല്ലാട്ടുമുക്കിലുള്ള ക്രിസ്പീസിലാണ്. ഇവരുടെ ഒരു സ്പെഷ്യൽ ഫുഡാണിത്. ഇത് ചിക്കൻ ലോലിപോപ്പാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു റിവ്യൂ പറയും. പേരിന് പാർവതി അയ്യർ ഉണ്ടെന്നേ ഉള്ളൂ. അതാ ഞാൻ എടുത്ത് ചോദിച്ചേ. അയ്യർ ഇവിടെ നോൺ വെജ് ആണ് ഞാൻ എടുത്തത്. അയ്യറാണ് പേര്. അവരും ലവ് മാരേജ് ആണോ? ലവ് മാരേജ് അല്ല, അറേഞ്ച് മാരേജ് ആണ്. ആ ടൈമിലൊക്കെ അങ്ങനെയൊന്നും നോക്കത്തില്ല. അമ്മ അപ്പോൾ അമ്മ അല്ലാതെ നോർമൽ. ഓക്കെ. ഫുഡിന് പ്രശ്നമൊന്നും വന്നില്ല. അപ്പോൾ കഴിക്കേ. എൻ്റെ വയറ് ബബിൾഗം കിടക്കുക. എൻ്റെ പല്ല് വെപ്പുമല്ല. കൊള്ളാം ചേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, ഒറ്റ ജീവിതമേ ഉള്ളൂ. അതെ. അപ്പം നമ്മൾ കഴിക്കണ്ടേക്കാൻ കഴിക്കുക അല്ലേ? എല്ലാം ട്രൈ. പക്ഷെ ഇപ്പം ഞാൻ കുറച്ചു. നേരത്തെ അത്ര നോൺ വെജ് കഴിക്കാറില്ല. എന്നിട്ട് ചിക്കൻ കഴിച്ചിട്ട് പറയണ നേരത്തെ കഴിക്കാൻ. നേരത്തെ ഒരു 6-7 നേരം കഴിക്കുമായിരുന്നു. ഇപ്പൊ അതൊരു 5-4. ഇപ്പൊ ഒരു 5-4 അത്രയൊക്കെ ആയിക്കുള്ളൂ. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത് ക്രിസ്പീസ്, കല്ലാട്ടുമുക്കുള്ള ക്രിസ്പീസിലാണ്. ഗ്രാൻഡ് ബേക്കറിയുടെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പാണ്. അടിപൊളിയായിട്ടോ അവരുടെ ഫുഡ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളിപ്പോൾ ട്രൈ ചെയ്തത് ലോഡഡ് ഫ്രൈസ്, പിസ്സ, ചിക്കൻ പിസ്സ, പിന്നെ ചിക്കൻ ലോലിപോപ്പ്. പിസ്സ ഒത്തിരി മീഡിയം എരിവേ ഉള്ളൂ, ഭയങ്കര സ്പൈസി അല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര ഫ്ലേവർ. ഇതിലും ഒത്തിരി ഓയിലൊന്നുമില്ല, അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്പീസ് അതെ കൊള്ളാം. എന്തായാലും ഒരു 5-6 പ്രാവശ്യം ഞാൻ ക്രിസ്പീസിൻ്റെ വലിയൊരു ഫാനാണ്. ടേസ്റ്റിനൊന്നും യാതൊരു വിധ ചേഞ്ചും വന്നിട്ടില്ല. എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ് ഇവിടുത്തെ പിസ്സ, ചിക്കൻ പിസ്സ. ഒരു രക്ഷയില്ല. ആദ്യം നമ്മളൊന്ന് ഓർഡർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓർഡർ ചെയ്യാറുണ്ട്. ആ ടേസ്റ്റൊക്കെ അങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. ഗ്രാൻഡ് ബേക്കറിയുടെ തൊട്ടടുത്തായിട്ടാണ് ക്രിസ്പീസ്. സൂപ്പർ. ഭയങ്കര കളർഫുള്ളായിട്ടുള്ള മൊജിറ്റോസ് ആട്ടോ ഇവിടെ ഉള്ളത്. കളർ കണ്ടു കഴിഞ്ഞാൽ കുടിക്കാൻ തോന്നുന്നില്ല. അതെ, യെല്ലോ, ബ്ലൂ, റെഡ്, ഗ്രീൻ. ഇത് പാഷൻ ഫ്രൂട്ട്, ഇത് ബ്ലൂ കുറാക്കോ, അങ്ങനെ എന്തുവാ, ബ്ലൂ വാട്ടർമെലൺ. യെസ്, നമുക്ക് തെറ്റിയില്ല. വലിയ ഗ്ലാസ് കൂടിയാട്ടോ, ഭയങ്കര വലിയ ഗ്ലാസ്സാണ്. എന്നെ പോലത്തെ 2 പേർക്ക് കുടിക്കാം. ഈ ഗ്ലാസും പാർവതിയായിട്ട് എന്തോ ഒരു സാമ്യമുള്ള പോലെ എനിക്ക്, മെലിഞ്ഞിട്ട് നല്ല സാമ്യമുണ്ട്. അപ്പോൾ പാർവതി ഇപ്പോൾ 7 പ്രോജക്റ്റായെന്ന് പറഞ്ഞു. അപ്പോൾ 7 പ്രോജക്റ്റിലും 7 ഡയറക്ടേഴ്സാണ്.
അപ്പോൾ 7 രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ് അവരുടേത്. അപ്പോൾ എന്താണ് അതിൽ ഒരു അനുഭവം എന്താണ് 7 പേരുമായിട്ട് വർക്ക് ചെയ്തപ്പോൾ? പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കാരണം ഓരോ ഡയറക്ടറിൻ്റെ മേക്കിംഗ് രീതി വ്യത്യാസമാണ്, അതുപോലെ അവർ ഡയറക്ഷൻ ചെയ്യുന്ന രീതിയും വ്യത്യാസമാണ്, അവർ നമ്മളെ പഠിപ്പിക്കുന്ന രീതിയും വ്യത്യാസമാണ്. ഇപ്പം തമ്പി സാർ, ഞാൻ ഫസ്റ്റ് പ്രോജക്റ്റ് ശിവമോഹൻ തമ്പി സാറിനോട് ഞാൻ ഡബ്ബിങ് പഠിച്ചത് അവിടെയാണ്. അപ്പോൾ എനിക്ക് മലയാളം ആക്ച്വലി ആ ടൈം വായിക്കാനൊന്നും അറിയത്തില്ല. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു ഫസ്റ്റ് വന്ന ടൈം. അപ്പം സാറ് 1 ലൈൻ തരുമായിരുന്നു, കൂടിയിരുന്ന് വായിപ്പിക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് ബെറ്റർ ആയത്. അപ്പം സാറ് ഭയങ്കര പേഷ്യൻസ് ആയിട്ടുള്ളൊരു ഭയങ്കര എന്താ പറയാ, ഇത്രയും സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ഒക്കെ കൊടുക്കേണ്ട ഒരു സാറാ. അപ്പം നമുക്ക് തെറ്റ് കാണുമ്പോൾ ചില ഡയറക്ടേഴ്സ് നമ്മളെ വഴക്ക് പറയും. സാറ് കറക്റ്റായിട്ട് ഇങ്ങനെയല്ല, അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് സത്യം പറഞ്ഞ അഭിനയം പഠിച്ചത്. പിന്നെ വർക്ക് ചെയ്തത് ഹാരിസൺ സാറിനോട്. സാറിന്റെ പാറ്റേൺ വേറെയാണ്. സാറ് ഭയങ്കര ചിൽ അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഫ്രീഡം ഉണ്ട് അവിടെ. നമ്മുടെ ക്യാരക്ടർ ചെയ്യാം, അതും കുറച്ച് പോസിറ്റീവ് ക്യാരക്ടറാണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. പിന്നെ വന്നത് AM നസീർ സാറ്. സത്യം പറഞ്ഞ 7 പ്രോജക്റ്റ് ആണെങ്കിലും കുറേ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. നമ്മളൊരു വർക്ക് ആകുമ്പോൾ കുറേ ആൾക്കാർ മാറി വരും. ഓരോ ഡയറക്ടേഴ്സിൻ്റെ അടുത്തുനിന്നും പുതിയ ലേൺ ചെയ്യാൻ പറ്റി, പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ജനാർദ്ദനൻ സാറിൻ്റെ അടുത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അവസാനം ഇത് ഫുൾ പാക്കേജാണ്, എല്ലാം പഠിക്കാൻ പറ്റും. ഞാനത് അതിലോട്ട് വരുമായിരുന്നു. അപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ വേറൊരു ഫീൽ. എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചോ, സാർ അതൊക്കെ മാറ്റി. എല്ലാം എന്നെ കൊണ്ട് എൻ്റെ അടുത്ത് പറയും, നീ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ശരിയാവോ തെറ്റാവോ അത് ചിന്തിക്കേണ്ട, നീ നീ അറ്റംപ്റ്റ് നടത്ത്. അപ്പോൾ സാർ എന്ത് പറഞ്ഞാലും ഞാൻ പറയത്തില്ല. ആദ്യമൊക്കെ ഞാനിങ്ങനെ നോക്കും, സാറ് പറ്റുമെന്ന് അറിയില്ല, മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ തെറ്റ് പറ്റും. പിന്നെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു ചമ്മലായിരിക്കും, നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണോ, ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ലോ. ഇപ്പം എൻ്റെ അടുത്ത് അവിടെ എന്ത് പറഞ്ഞാലും സാറിന് തന്നെ അറിയാം. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു അപ്രിസിയേഷൻ, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവാർഡ് കിട്ടണേക്കാട്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന ഡയറക്ടർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുമ്പോഴാണ്. പക്ഷെ ഞാൻ ഇപ്പം ചെയ്ത വർക്ക്സിലെല്ലാം എൻ്റെ ഡയറക്ടേഴ്സ് എന്നെക്കുറിച്ച് ആ ടൈം പറയും. ഞാൻ ചെയ്യുന്ന സീൻസ് നല്ലതാണെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയും നല്ലതാണ് എന്ന് പറയും. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഓസ്കാർ കിട്ടിയാലും ആ ഒരു സന്തോഷം വേറെയാണ്. ഞാനും സീൻസ് കണ്ടപ്പോൾ വിചാരിച്ചു, ഭാവനയിൽ കണ്ട ആളല്ല, പൂക്കാലത്തിൽ കണ്ട ആളല്ല, കൊള്ളാം, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞാനും ഓപ്പണായിട്ട് പറയും. എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവരോടൊക്കെ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയടാ നിൻ്റെ അത് ശരിയായില്ല, നിൻ്റെ ഹെയർ സ്റ്റൈൽ ശരിയായില്ല, അങ്ങനെ വിളിച്ച് പറയാറുണ്ട്. ഈ ഇടയ്ക്കും കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് ആനന്ദ് ഒരു സീൻ ചെയ്തു ഫിറ്റായിട്ട്. ആനന്ദ് ഡ്രിങ്ക്സ് കഴിക്കില്ല, അതിൽ അവൻ ഫിറ്റായിട്ടുള്ള ഒരു സീൻ ചെയ്തു, സൂപ്പറായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. ഞാനത് അവനെ വിളിച്ച് പറഞ്ഞിട്ട് നന്നായിട്ട് നീ ചെയ്തു, സൂപ്പറായിട്ടുണ്ടെന്ന്. ഇപ്പം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് പറയാൻ ഭയങ്കര പാടാണ്. അതാണ് പണ്ട് ആൾക്കാർ ഓക്കെ നല്ലത് ചെയ്താൽ നല്ലത് പറയും. ഇപ്പം അങ്ങനെ ആരും പറയില്ല. അപ്പം അങ്ങനെ പറയുന്ന കുറച്ച് മനുഷ്യന്മാരെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനും കുറച്ച് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് സാറിൻ്റെ അടുത്ത് നിന്ന് എനിക്കിപ്പോൾ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം ഈ കാല് പോയ സമയത്ത് സാറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനൊരു സീൻ ഉണ്ടെന്ന് പറഞ്ഞു. സാർ നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം എന്നിൽ പുള്ളിക്കൊരു പ്രതീക്ഷയുണ്ട്, ഓക്കെ അവളത് ചെയ്താൽ ഇവിടെ അതത് ചെയ്താൽ നല്ലതായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അത് ചെയ്യാം. പക്ഷെ ഞാൻ സ്കിഡായി വീണതാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഓടി വരുമ്പോൾ തേരി ഇറങ്ങി വന്ന് വീഴുന്നതാണ് കാല് ബ്രേക്ക് ആവുന്നത്. അതിനുശേഷം പിന്നെ ഒരു ഫൈറ്റ് സീക്വൻസ് വെച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചു, ഞാനൊന്ന് ചെയ്തോട്ടെ, ജസ്റ്റ് ഞാനൊന്ന് അടിച്ചിട്ട് ഓടുന്ന മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു സാർ ഞാൻ എന്തെങ്കിലും ഒന്ന് ഫൈറ്റ് ചെയ്തോട്ടെ. സാർ നീ ചെയ്തോ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തീരുന്ന സീന് 4 മണി വരെ വൈകുന്നേരം അത് ഷൂട്ട് ചെയ്തായിരുന്നു ഫൈറ്റ് സീക്വൻസ്. എനിക്ക് വേണ്ടി സീൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എനിക്കത് ചെയ്യാൻ പറ്റുന്ന സാറിന് വിശ്വാസം ഉണ്ടെങ്കിൽ സാറ് പറയും അവിടെ ഒരു സീന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഫൈറ്റും, അതും ഫൈറ്റ് സീക്വൻസാണ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ചെസ്റ്റിൽ കാല് വെച്ച് ചാടി ചവിട്ടണം. കൂടെയുള്ള എല്ലാവരും പറഞ്ഞു, കാരണം കാല് വയ്യ, ഞാൻ ബാൻഡേജ് കെട്ടിയാണ് ചവിട്ടുന്നത്. അപ്പം കൂടുതൽ എല്ലാവരും പറഞ്ഞു സാർ അത്ര ഇവിടെ എത്തത്തില്ല, കാരണം എത്രയെന്നും പറഞ്ഞിട്ട് ഒരാൾക്ക് ചാടി അങ്ങനെ ചവിട്ടാൻ പറ്റും, അത് മിഡിലാണ്, കുഴപ്പമില്ല, ക്ലോസിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം സാർ പറഞ്ഞു വിടടോ അവള് ചെയ്യും, ആക്ഷൻ പറ, അല്ല റോളിംഗ് പറ, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ പറഞ്ഞു. പക്ഷെ എന്ത് ഭാഗ്യം തന്നെടാ, സാറിൻ്റെ ഒറ്റ വാക്കിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. ഓക്കെ സാറിന് പിന്നെ എനിക്ക് ഓക്കെ സാറ് പറഞ്ഞല്ലോ, പിന്നെ എനിക്ക് അതിനപ്പുറം ഇല്ല. ഞാൻ പക്ഷെ ആ സീൻ ഓക്കെ ആയിരുന്നു. അത് പിന്നെ ക്ലോസിലാണ് ആൾക്കാരെ വെച്ചിട്ട് സ്റ്റൂള് വെച്ചിട്ട് അങ്ങനെ ചവിട്ടുന്നത്. മിഡിൽ ഒറ്റ ചാട്ടത്തിന് ചവിട്ടി ഇവിടെ കറക്റ്റ് ഇവിടെ തന്നെ. ബാക്കി എല്ലാവരും ഡൗട്ടായിരുന്നപ്പോൾ നമ്മുടെ ഡയറക്ടറിന് നമ്മളെ വിശ്വാസം ഉണ്ടല്ലോ. പിന്നെ അതുപോലെ ഈ ഇടയ്ക്കും സാറ് എന്തോ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഷോർട്ടിൻ്റെ ഇടയിലാണ് എന്തോ പറഞ്ഞപ്പം എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്ന പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ചിലവർ നോ പറയും. ചില സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ചിലപ്പോൾ വെള്ളത്തിൽ ചാടുന്നുണ്ടാവും, ഇല്ല സാറേ ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറ്റാത്ത കാര്യം നമ്മൾ പറയണം, അതൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ച്
എനിക്കിഷ്ടമാണ് ഇങ്ങനെ റിസ്കി ഷോട്ട്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര സാർ എങ്ങനെ വെക്കുള്ളൂ? സാറ് വെക്കുന്ന മെയിൻ രീതി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ കാലിബർ എവിടെയാണ് അതനുസരിച്ച് ചെയ്യിപ്പിക്കുള്ളൂ. സാറിന് അവളോ ചെയ്തോളൂ ഞാൻ എഴുതും അവള് ചെയ്യും. പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ഭാഗ്യം കേട്ടോ, ഇങ്ങനത്തെ ഒരു ഡയറക്ടറിനെ കിട്ടാൻ ഭയങ്കര സത്യം പറഞ്ഞാൽ എൻ്റെ ബാക്ക് ബോൺ എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ സാറുമാണ്. കാരണം വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് നമുക്ക് മെയിൻ. അപ്പോൾ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ എപ്പോഴും പറയും നീ ചെയ്യും നിനക്ക് പറ്റും. സാറിൻ്റെ അതേ ക്യാരക്ടറാണ് ഇവിടെയും. അപ്പോൾ പറയും എന്തെങ്കിലും ഒരു കാര്യം ഡിസിഷൻ എടുക്കുകയാണെങ്കിലും ഇന്ന സീൻസ് എടുക്കുകയാണെങ്കിലും ചെയ്യടാ കുഴപ്പമില്ല ബാക്കി പിന്നെ നോക്കാം, വീണ ഹോസ്പിറ്റലിൽ പോകും അത്രയല്ലേ ഉള്ളൂ അങ്ങനെ പറയുന്നൊരു മനുഷ്യനാണ് ഹസ്ബൻഡ്. സാറും അതുപോലെയാണ്. അപ്പം നമുക്ക് രണ്ട് സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര സ്ട്രോങ് ആയിരിക്കുമ്പോൾ നമുക്കും ധൈര്യം ഉണ്ടാവും, കോൺഫിഡൻസ് കൂടും. ഓവർ കോൺഫിഡൻസ് ആണ് ചില സമയം. അപ്പോൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഇപ്പം നമ്മൾ ബാക്കിയുള്ള ചാനലിൽ നിന്നും ചെയ്യുന്നതിനേക്കാളും ഭയങ്കര റീച്ചാണ് നമ്മൾക്ക് ഏഷ്യാനെറ്റിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ആ കിട്ടിയ റീച്ചും ആ പുറത്ത് പോകുമ്പോൾ ആ ഒരു ഓഡിയൻസ് ഓടി വരും, ആ ഏഷ്യാനെറ്റിലെ നമ്മൾ അഡ്വക്കേറ്റ് അഞ്ജലിയിലെ കുട്ടിയാണ് ഹീറോയിനാണെന്ന് പറഞ്ഞ് ഓടി വരും. അപ്പോൾ എന്ത് തോന്നി? നമുക്ക് സന്തോഷമാണ്. കാരണം കുറേ ആൾക്കാരുടെ ഡ്രീം നമ്മളിലൂടെ നടക്കുക എന്നൊക്കെ പറയത്തില്ലേ. ഇപ്പം അമ്മയ്ക്ക് ഒത്തിരി സ്വപ്നമായിരുന്നു എന്നെ അങ്ങനെ കാണണം. ഈ ടി വിയിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുമെങ്കിൽ പോലും ചില സമയത്ത് ഈ ബിൽ ബോർഡ്സിലും ഹോർഡിങ്സിലും ഒക്കെ നമ്മുടെ ഫോട്ടോ, ട്രെയിനിലൊക്കെ നമ്മുടെ ഫോട്ടോസൊക്കെ വരാം. ഇതിപ്പോൾ ഞങ്ങളുടെ ജനശതാബ്ദിയിലൊക്കെയാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ സീരിയലിൻ്റെ പോസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ നമ്മൾ ആരുടെയൊക്കെയോ സ്വപ്നങ്ങൾ നമ്മളിലൂടെ അങ്ങ് സാധിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. പലപ്പോഴും കാണിക്കുമ്പോൾ വീട്ടുകാർ പറയാറുണ്ടോ നിന്നെ എന്നും കാണിക്കുന്നില്ലല്ലോ ചാനൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നീ ഇല്ലേ അതിനകത്ത്, നീ എന്തിനാ പോണേ, അഭിനയിക്കുന്നില്ലേ, നിന്നെ കാണിച്ചില്ലല്ലോ അല്ലേ വീട്ടിൽ? പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഫാദറിനാലും എൻ്റെ ഫാദറിനും ഭയങ്കര ഒരു ഡ്രീമായിരുന്നു എന്നെ അങ്ങനെ കാണണം എന്ന്. പണ്ട് ഞാൻ ദേവി മഹാത്മ്യം അമ്മ പറഞ്ഞിട്ടുണ്ട് വർക്ക് ചെയ്ത സമയത്ത്, അതിൽ എനിക്ക് തോന്നുന്നു 1 വീക്കുള്ള സ്റ്റോറി ആയിരുന്നു. ഒരു സ്റ്റോറി ഞങ്ങളുടെ ആയിരുന്നു. അതിനുശേഷം പിന്നെ കാണിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇങ്ങനെ അച്ഛൻ നോക്കിയിരിക്കും ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഏഷ്യാനെറ്റ് മാത്രമേ ആ ടൈം കാണത്തുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അന്നോട്ട് പറഞ്ഞതാ എന്തെങ്കിലും ഒരു ദിവസം ഇങ്ങനെ വരണം, ഇങ്ങനെ ആഗ്രഹം വരണം. അപ്പം അത് സാധിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ. കുറെ പേര് ഐഡന്റിഫൈ ചെയ്യുന്നു, കുറെ പേര് വന്ന് ചോദിക്കുന്നു. ചിലവര് ക്യാരക്ടറിന് അവരൊക്കെ അഞ്ജലി റിയൽ ആണെന്നുള്ളൊരു സംഭവം വന്നിട്ട് നമ്മൾ സംസാരിക്കും. ഒറിജിനലായിട്ട് വന്നിട്ട് പോണേ പത്മയുടെ കേസ് ജയിക്കണം കിട്ടുമോ പറഞ്ഞ ഇങ്ങനെ. ഞാൻ അന്ന് കാല് വയ്യായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാലുവേദനയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് മാറ്റാം, വേറെ കുഴപ്പമില്ല. കാലുവേദനയാണെങ്കിലും ഇതും വെച്ച് കോടതി പോകണം, ഇതും വെച്ചാൽ പത്മയുടെ കേസ് എങ്ങനെയെങ്കിലും ജയിക്കണം. പത്മയുടെ കേസ് ജയിക്കാൻ വേണ്ടി ഞങ്ങൾ മറ്റേ ഈ അർച്ചനയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടെന്ന് അങ്ങനത്തെ കുറെ സാധനങ്ങൾ പറയും. പക്ഷെ എന്തെന്നറിയോ ഇപ്പൊ അത് നമ്മുടെ ക്യാരക്ടറിന് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ. ഇതിനു മുമ്പേ ഞാൻ ഭാവന ചെയ്ത സമയത്ത് നെഗറ്റീവ് ആയിരുന്നല്ലോ. അപ്പൊ ഞാനൊരു ചായക്കടയില് തട്ടുകടയില് ഫുഡ് കഴിക്കാൻ പോവാം. അപ്പൊ അവിടുത്തെ ആന്റി ഹസ്ബൻഡ് ഞാനും ഉണ്ട്. ഞാനിങ്ങനെ പ്ലേറ്റും വെച്ച് നീട്ടി നിൽക്കുക. അപ്പൊ ആന്റി ഇത് മറ്റേ ഭാവനയെ ഉപദ്രവിക്കുന്ന മാനസയല്ലേ, എനിക്ക് ഇവിടുന്ന് ഭക്ഷണം ഇല്ല. ഞാൻ ഇരിക്കും വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. ആന്റി അത് സീരിയലല്ലോ. സീരിയലാണെങ്കിലും ഞാൻ ഡെയിലി കൊച്ചിനെ വീട്ടിൽ ഇരുന്ന് പ്രാവും. എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ചേട്ടൻ സംസാരിച്ചു ഇല്ല അത് സീരിയൽ അഭിനയിക്കുന്നതല്ലേ, അഭിനയാണെന്ന് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെയാണോ ഒരു കൊച്ചിനെ ദ്രോഹിക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് റിയാലിറ്റി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിനൊരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. നമ്മൾ നെഗറ്റീവ് ചെയ്യുമ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ ആ നെഗറ്റീവായിട്ടേ അവരെടുക്കത്തുള്ളൂ. പക്ഷെ അത് നമ്മുടെ ക്യാരക്ടറിന് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ ആണ്. ചിലപ്പോൾ അടിയും ചവിട്ടുമൊക്കെ കിട്ടും, കാര്യം അതാണ് അതിന്റെ നെഗറ്റീവ്. പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും. ബിഗ് സ്ക്രീനിലോട്ട് വരാൻ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? ഞാൻ ആക്ച്വലി ഒരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴാണ്, സിനിമയാണ്. അത് അഞ്ജലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്യാനായിട്ടൊരു പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്കും അറിയത്തില്ല. പ്രോപ്പറായിട്ട് അത് വർക്ക് കൺഫേം ആണ്, ഷൂട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഉടനെ ഇനി ബിഗ് സ്ക്രീനിൽ കാണാം അല്ലേ? പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാം കൊണ്ടും ഭയങ്കര ഇരട്ടി മധുരത്തിലാണ് പാർവതി നിൽക്കുന്നത്. പാർവതി അയ്യർ, ചിക്കൻ കഴിക്കുന്ന പാർവതി അയ്യർ അല്ലേ? അതിൽ കാര്യമില്ല ചേച്ചി, നമുക്ക് നമ്മുടെ സർനെയിമിലൊന്നും ഒരു കാര്യം. ഫുഡിയാണോ? ഫുഡി ആയിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങ് കുറച്ചു. ഭയങ്കര ഫുഡി ആയിരുന്നു. ഹീറോയിനൊക്കെ ആയപ്പോ ഹീറോയിൻ ഒന്നും ആയിട്ട് കുറച്ചൊന്നും അല്ല, വയ്യ മതിയായി. എന്തെങ്കിലും സ്കിൻ ബേസ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും നിർത്തിയതാണോ? അല്ല, എനിക്ക് ചിക്കൻ കഴിച്ചാൽ അലർജിക്കാവും. അലർജിക്കാവും ഇൻ ദ സെൻസ് ലൈക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കൂടുതൽ വരുന്നുണ്ട് ചിക്കൻ കഴിക്കുമ്പോൾ, അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അല്ലാതെ ഓയിൽ കഴിക്കുമ്പോഴത്തേക്കും സ്കിന്നിന് ഭയങ്കരമായിട്ട് പ്രശ്നം വരുന്നുണ്ട്. എനിക്ക് ഒരുമാതിരിപ്പെട്ട ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ BP ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ഇയർ ബാലൻസിന്റെ കുറച്ച്. ഷുഗർ ഒന്നുമില്ല, ഇയർ ബാലൻസിന്റെ കുറച്ച്.
അതെ ഞാനിപ്പോൾ 3ാമത്തെ ഡോക്ടറെ കണ്ടതേ ഉള്ളൂ. എന്നോട് 5 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാ. ഇന്നലെ ഞാൻ റീല് ചെയ്തു, ഡാൻസ് ചെയ്തു, ജിമ്മിൽ പോയി. നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുമോ? എനിക്ക് ഫസ്റ്റ് ഒരു ഡോക്ടറെ കാണിച്ചു, അഡ്മിറ്റ് ചെയ്തു, 2ാമത് വേറെ ഡോക്ടറെ മാറ്റി കാണിച്ചു, 3ാമത്തെ ആളെ കാണിച്ചിരിക്കുക. ആ പുള്ളിക്കാരി എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്ത് തല ഇങ്ങനെയൊക്കെ ആക്കി എന്തൊക്കെയോ പിടിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു 5 days കോളർ ഇട്ട് നടക്കും പോലെ നടക്കാനാ പറഞ്ഞത്. അവിടെ പാടാ നമുക്ക്. പിന്നെ നമ്മൾ ഈ ഫീൽഡിലും കൂടെ ആയതുകൊണ്ട് ഒന്നും നടക്കത്തില്ലെന്നേ ആ ഒരു പടം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ കടതോറും കയറി ഇറങ്ങി കഴിച്ചുകൊണ്ടിരുന്നതാ ഞാനും എൻ്റെ ഹസ്ബൻഡും. രണ്ടുപേർക്കും ചെറുതായിട്ടൊരു കൊളസ്ട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡർ ലൈൻ വന്നപ്പോൾ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് ഇതാക്കിയതാണ് അല്ലേ? അപ്പൊ സ്കിന്നിൽ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാറില്ല. പിന്നെ കിടക്കി പോയി ജന്മനാ ബ്യൂട്ടി പാർലറിൽ പോവാറില്ല. എനിക്ക് ജന്മനാ എന്റെ സ്കിന്ന് ഭയങ്കര അലർജിക്കാ. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ ക്ലീൻ അപ്പ് ചെയ്യും. അതും എനിക്ക് മൂഡ് വരുമ്പോൾ പോയി ചെയ്യും. പിന്നെ ത്രെഡിങ് എപ്പോഴും ഷെഡ്യൂൾ നമുക്ക് ഷൂട്ടിന് മെയിൻറ്റെനൻസ് ചെയ്യണമല്ലോ, ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യണതിൻ്റെ ഒരു ഭാഗമായിട്ട് ത്രെഡ് ചെയ്യും. അല്ലാതെ ഈ ട്രീറ്റ്മെന്റ്സ് ഫേഷ്യൽ വല്ലപ്പോഴും കല്യാണ സമയത്തൊക്കെ പോയി ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ലൈഫിൽ. മേക്കപ്പ് കൂടുതൽ ചെയ്യാറുണ്ടോ? മേക്കപ്പ് സീരിയലിന് ആവശ്യമുള്ള മേക്കപ്പ് ചെയ്യാറുണ്ട്. അല്ലാതെ പിന്നെ കാണാൻ എന്റെ സ്വഭാവം എന്താണെന്ന് അറിയോ, എനിക്ക് മൂഡ് അനുസരിച്ചാണ്. ഞാൻ ചിലപ്പോൾ നിപ്പിൽ ആവേശത്തിൽ അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പൊ എനിക്ക് മറ്റേ പ്രശ്നമൊന്നുമില്ല. ലിപ്സ്റ്റിക് ഇടാറുണ്ട് എപ്പോഴും. പക്ഷെ ഇപ്പൊ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, ലിപ്സ്റ്റിക് ഇടാത്ത ഒരു ജീവിതം ഇല്ലല്ലോ. മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ചെയ്തിട്ടുണ്ട്. സുന്ദരിയായിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പൊ എനിക്ക് മൂഡ് വരണം. ചിലതിലൊക്കെ ഞാൻ പോയി ഇങ്ങനെ ഉറക്കപ്പിച്ചിൽ പോയി ഇങ്ങനെ അങ്ങ് ഇരിക്കും. അങ്ങനെയാ മൂഡ് അനുസരിച്ച്. ഡ്രസ്സിങ്സ് ഒക്കെ എങ്ങനത്തെയാ ഇഷ്ടം? എനിക്ക് പൊതുവെ ഇങ്ങനത്തെ കംഫർട്ടബിൾ, എനിക്കിത് കംഫർട്ടബിളാണ്. ചുരിദാറ്, ഈ മറ്റേ ബാഗി ജീൻസ്, ടീഷർട്ട് ഭയങ്കര ഗുളുഗുള കിടക്കണ ഇഷ്ടം. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ സീൻസ് കുറെ നോക്കി അറിയാം, ഞാൻ ഒന്നും ഷേപ്പ് അടിക്കാത്തില്ല. എന്റെ ഡ്രസ്സ് കൂടുതൽ എനിക്ക് ഷേപ്ഡ് ആയിട്ടിരിക്കണമെന്നില്ല. അത്യാവശ്യം നല്ല വയറുള്ളതുകൊണ്ട് അത് അന്ന് ഞാനത് കുറയ്ക്കാൻ നോക്കൂ. ചില സമയത്ത് മറ്റേ ഫുൾ ഇത് വരും. അങ്ങനെ ഇരുന്ന എന്താ പെമ്പിള്ളാരാകുമ്പോൾ കുറച്ച് വയറുണ്ടാവും. ഞാൻ കഷ്ടപ്പെട്ട് കഴിച്ചുണ്ടാക്കുന്നേ അങ്ങനെ പറയും ചിലവരിങ്ങനെ, നീ അങ്ങ് വണ്ണം വെച്ച് പോയല്ലോ. നമ്മുടെ പൈസക്ക് നമ്മൾ മേടിക്കുന്നത്. അതെ അങ്ങനെ പറയാം. പ്രൊട്ടക്ഷൻ ആണ്. മെലിഞ്ഞാ പറയും, അയ്യോ നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോ, നീ അങ്ങ് കറുത്തു പോയല്ലോ. വെളുത്താ പറയോ? പറയത്തില്ല. കറുത്താ പറയൂ, നീ എന്തങ്ങ് മോശമായി, ഷുഗർ ഉണ്ടോ, വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അല്ലേ, ഇത് തീരെ അടിയിൽ ഡാർക്ക് സർക്കിൾസ് വന്നാൽ പറയും അതെ ഡിപ്രഷനാണ് കേട്ടോ. ഡിപ്രഷനാണ്, നീ ഫോൺ അധികം ഉപയോഗിക്കരുത് കേട്ടോ. ഡിപ്രഷൻ ഉള്ളതുകൊണ്ടാണ് വരുന്നത്. പിമ്പിൾസ് വന്നാൽ പറയാം, നീ കണ്ടതും കടിയതൊക്കെ വാരി തേച്ചിട്ടാ, ഓയിലി ഫുഡ് കഴിക്കുന്നുണ്ട്. എല്ലാം വാരി തേച്ചിട്ട് ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാ മുഖം ഇങ്ങനെ ആയത് അല്ലേ? ഞാൻ പറയട്ടെ, ഈ മേക്കപ്പ് ഒക്കെ എന്തിനാണ് കടയിൽ വാങ്ങിച്ചു വെച്ചേക്കുന്നത്? നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ? അല്ലേ, യൂസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഈ കമന്റ്സുകളിൽ എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും കമന്റ്സുകൾ വന്നിട്ടുണ്ടോ? വിഷമം തോന്നുന്ന രീതിയിലൊന്നുമല്ല, ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ഞാൻ ആക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇവിടെ ടൈറ്റൻ പിടിച്ചിട്ടാണ് ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അഞ്ജലി അഭിനയിക്കുമ്പോൾ കുറച്ച് മസിൽ പിടിച്ചിട്ടാണ് അഭിനയിക്കുന്നതെന്ന് പറയാറുണ്ട്. ആണോ? മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സ്ലാങ്സ് ഉണ്ട്. അഡ്വക്കേറ്റ് പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കോടതിയിൽ സംസാരിക്കുമ്പോഴേ ഭയങ്കര കട്ടിയുള്ള വാക്കാം. ചില സമയത്ത് ഈ ടങ് ട്വിസ്റ്റർ പോലെ എനിക്ക് ചില കട്ടിയുള്ള വാക്ക് കിട്ടത്തില്ല, ഭയങ്കര പാടാം. അപ്പോൾ ഈ സ്പീഡിൽ ഫൈറ്റ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് ആ ഡയലോഗ് മറന്നു കഴിഞ്ഞാൽ തീർന്നു. ഈവൻ പ്രോംപ്റ്റിംഗ് ആണെങ്കിൽ പോലും എനിക്ക് ആ ഡയലോഗ് പോകുമെന്നുള്ള, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വാക്കല്ലല്ലോ അല്ല. അപ്പം അങ്ങനെയും കോടതിയിലെ കുറേ സാധനങ്ങൾ അപ്പം പറയുമ്പോൾ കുറച്ച് സ്ട്രെസ്ഡ് ഫീൽ ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി സ്ട്രെസ് എടുക്കാറില്ല. നോർമലി എനിക്ക് അങ്ങനത്തെ സീൻസ് അഭിനയിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഡയലോഗ്സ് കുറെ കട്ടി വരുമ്പോഴത്തേക്കും അറിയാതെ അങ്ങ്, പിന്നെ എന്റെ ഫേസ് ജന്മന ഇങ്ങനെയാണ്. സീൻസ് വായിച്ചു നോക്കാറുണ്ടോ? സ്ക്രിപ്റ്റ് നോക്കാറുണ്ടോ? വൺ ലൈൻ വായിക്കാർ ഉണ്ടല്ലേ? പിന്നെ നമുക്ക് നമ്മുടെ ഡയറക്ടറിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ സാറ് തന്നെ വായിച്ചു തരും, പ്രോംപ്റ്റ് ചെയ്ത്. ഫസ്റ്റ് സാറ് വന്ന് റിഹേഴ്സൽ നടത്തുമ്പോൾ സാറ് പ്രോംപ്റ്റ് ചെയ്ത്, പിന്നെ രണ്ടാമത് സാറ് റിഹേഴ്സൽ നടത്തും, പിന്നെ മൂന്നാമത് അസോസിയേറ്റ്സ് പ്രോംപ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ആർട്ടിസ്റ്റിന് അത്രയും നമുക്ക് കിട്ടും. അതെ, അത് സാറിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ഈവൻ ഭയങ്കര ഹാർഡായിട്ടുള്ള സീനാണെങ്കിലും, കാരണം ഭയങ്കര വലിയ സീനാണ്, ഒത്തിരി പേര് ഈ അമ്പലമൊക്കെ വരുമ്പോൾ ഭയങ്കര റിസ്ക് എടുത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സീനാണെങ്കിൽ പോലും സാറ് തന്നെ വന്ന് എല്ലാവരുടെ അടുത്തും ആ സീനൊക്കെ വായിച്ച്, കുറേ പേരുള്ളതിനൊക്കെ പാടല്ലേ എല്ലാവരുടെയും ഡയലോഗ്സൊക്കെ 3-4 വട്ടം റിപ്പീറ്റ് ചെയ്യുക ഇല്ല. സാർ ഒറ്റയ്ക്ക് വരും, എല്ലാവരുടെ അടുത്തും ഡയലോഗ്സും കാര്യങ്ങളൊക്കെ പറയും. രണ്ടാമത് റിഹേഴ്സൽ എടുക്കും, പിന്നെ ആദ്യമായിട്ട് അല്ലെങ്കിൽ അന്തരിച്ചായിട്ടും പ്രോംപ്റ്റ്. അപ്പോൾ ഈ നായകനായിട്ടുള്ള ഈ കോമ്പിനേഷൻ സീൻസ് ഒക്കെ പുള്ളി പുതിയതാണ്, ന്യൂ ഫേസ് ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇത്രയും ചെയ്ത വർക്കിൽ വെച്ച്
അഡ്വക്കേറ്റ് അഞ്ജലിയാണ് ബെസ്റ്റ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെയല്ല, ഓരോ വർക്കും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക്, ഓരോ വർക്കും ബെസ്റ്റാണ്. പക്ഷെ എനിക്ക് ഒത്തിരി പെർഫോം ചെയ്യാനായിട്ട് ഇപ്പം ഞാനല്ലേ ഇതിലെ ടൈറ്റിലാണ് വരുന്നത്, അഞ്ജലിയാണ് ടൈറ്റിൽ. അപ്പോൾ അഞ്ജലി ലീഡായിട്ട് ചെയ്യുന്ന ഒരു വർക്കിൽ ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ടാവും. മറ്റു വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹീറോ കാണും, ഹീറോയിൻ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ക്യാരക്ടേഴ്സ് കാണും. ഇതിപ്പോൾ അഞ്ജലി ലീഡ് ചെയ്ത് നടത്തുന്ന ഒരു വർക്കല്ലേ അത്, ഇപ്പോൾ ക്യാരക്ടർ വൈസ് അഞ്ജലിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ എക്സ്പീരിയൻസും പുതിയ പുതിയ ന്യൂ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റും. ഇനി ഏത് ക്യാരക്ടർ ചെയ്യാനാ ഇഷ്ടം? എന്തെങ്കിലും ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അങ്ങനെ ഡബിൾ റൂൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എനിക്ക് അങ്ങനത്തെ ട്രൈ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം കുറേ സീരിയലിലൊക്കെ അങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ അഞ്ജലി ഫിലിമിലോട്ട് ഉടനെ വരുമെന്ന് പറഞ്ഞു, തമിഴാണ് പറഞ്ഞത്. അപ്പോൾ ഈ മലയാളം ഫിലിമുകൾ കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഹീറോ ആരാണ്? ആരുടെയെങ്കിലും കൂടെ അഭിനയിക്കണം, എനിക്ക് ഇന്ന ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കണം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആരാ? എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, എനിക്ക് ഇഷ്ടമാണ്. അഭിനയിക്കണം എന്നങ്ങനെ എനിക്ക് അങ്ങനെ പെർട്ടിക്കുലർ ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കണം എന്നില്ല. ഏതൊരു ആക്ടറാണെങ്കിലും അത് എക്സ്പീരിയൻസ്, എനിക്ക് സിനിമയിൽ വന്ന് അഭിനയിക്കണം എന്ന് ഇഷ്ടമാണ്, അഭിനയിക്കാൻ താല്പര്യമാണ്. ലാലേട്ടൻ്റെ മൂവിയൊക്കെ കാണാറുണ്ടോ? എല്ലാം കണ്ടിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? അതാണോ ഇഷ്ടം? ഓ ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെല്ലാം സിനിമകളുണ്ട്, ഏതൊക്കെ സിനിമകളാണ്? എനിക്ക് കാരണം ആ ഒരു ക്യാരക്ടർ വേറെ ആര് ചെയ്താലും പുള്ളി ചെയ്ത് വെച്ചതിൻ്റെ അത്ര വരത്തില്ല. പുള്ളി ചെയ്ത എല്ലാ മൂവിയും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ ഒരു സ്റ്റോറി. അങ്ങനത്തെ ഒരു അസുഖം വരിക, അങ്ങനെ ചെയ്യുക, ഭയങ്കര ടോട്ടലി നോർമൽ മനുഷ്യൻ അങ്ങനെ ഒരാളായിട്ട് പോവുക, ഭയങ്കര പാടല്ലേ. സിനിമകൾ കാണാറുണ്ടോ? ഇപ്പൊ കാണാറുണ്ടോ? കാണാറുണ്ട്, എല്ലാ മൂവിയും കാണാറുണ്ട്. എൻ്റെ ഹസ്ബൻഡ് സിനിമ ഏതെങ്കിലും സിനിമ ഇറങ്ങിയാൽ ഒന്നെങ്കിൽ അന്നല്ലെങ്കിൽ ഒരു 1 വീക്കിനുള്ളിൽ പോയി കാണാം. ഞാൻ മറ്റേ തിയേറ്റർ പേഴ്സൺ ഒന്നുമില്ല, ഞാൻ പോപ്കോൺ കഴിക്കണ തിയേറ്ററിൽ പോണേ. പിന്നെ ഈ OTT വരുമ്പോൾ കാണും, അങ്ങനെ കാണും. തിയേറ്ററിൽ പോവും, പക്ഷെ എല്ലാം ഒന്നും പോയി കാണത്തില്ല. അപ്പൊ ചില സർട്ടൻ പടങ്ങളുണ്ടല്ലോ. പണ്ടത്തെ സിനിമകൾ കാണാറുണ്ടോ? കാണാറുണ്ട്. ഞാൻ ഒത്തിരി പഴക്കമുള്ള അങ്ങനെ വരും, ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ കാണും, അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പൊ ആ ഡിഫറൻസ് തോന്നിയിട്ടില്ല പഴയ സിനിമ? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ കുറച്ചുകൂടെ ആർട്ടിസ്റ്റ് വൈസിനാണെങ്കിലും ഈ സിനിമയിൽ നമ്മളിപ്പോൾ റിയൽ ലൈഫ് എങ്ങനെയാണോ അതുപോലെയല്ലേ സിനിമയിൽ ഇപ്പം വന്നേക്കുന്നത്. കുറേ മെലോ ഡ്രാമാസും ക്ലീഷേസും ഇല്ല. മേക്കപ്സ് ആണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെയാണ്. അതുവരെ ചേഞ്ച് ആയി, മേക്കിംഗ് ചേഞ്ച് ആയി. ഒരു ഫാമിലി മൂവി, കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ ഫുൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഇപ്പോഴത്തെ ശാരദ എന്നൊക്കെ വിളിക്കുന്നില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മൂവിയിൽ അഭിനയിക്കാനോ ഒരു ഇഷ്ടം തോന്നുന്നത്, അതോ നമ്മുടെ മണിച്ചിത്രത്താഴ്, കിലുക്കം? എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എനിക്ക് എല്ലാം ശോഭന അഭിനയിച്ചൊക്കെ മൂവിയില്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ ഉർവശി മാമിൻ്റെ മിക്ക മൂവീസും ഭയങ്കര ഇഷ്ടമാണ്. അതൊരു വേഴ്സറ്റൈൽ ആക്ട്രസ് ആണല്ലോ ശോഭന മാമിൻ്റെ മണിച്ചിത്രത്താഴ്. അങ്ങനത്തെ എനിക്ക് ചേച്ചി അങ്ങനത്തെ. പക്ഷെ അവര് ചെയ്ത് വെക്കുന്ന ആ ഒരു കാലഘട്ടം അല്ല ഇപ്പം. ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സംഭവം അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പോ വേറെ ആരെങ്കിലും വന്ന അല്ലെങ്കിൽ വേറെ ഒരു പാറ്റേൺ മേക്കിങ്ങിന് വന്നാലും ആ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇനി അവർ തന്നെ ഒന്നുകൂടി ചെയ്താൽ പോലും അത്രയും ഭംഗി വരില്ല, ആ ക്യാരക്ടേഴ്സിന് അത്രയും ഭംഗി വരില്ല. അതെ, നമുക്ക് ഓഡിയൻസിന് കാണാൻ പറ്റാ, എത്ര കണ്ടാലും മടുക്കാത്ത. അത് ഇനി കിട്ടത്തില്ല. മണിച്ചിത്രത്താഴിലെ ആ ഒരു ക്ലൈമാക്സ് സീനൊക്കെ ഇനി ശോഭന ചേച്ചി ഇനി ഒന്നുകൂടി ചെയ്താൽ പോലും അത്ര ഭംഗി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? ഒരുപാട് റീമേക്കുകളും ഒരുപാട് പേര് ചെയ്തത് കണ്ടു. റീമേക്ക് എത്രത്തോളം വന്നാലും ഈ ഒരു മലയാളത്തിന്റെ ഒരു ഭംഗി കിട്ടുന്നില്ല ഒന്നിലും ഭയങ്കരമായിട്ട്. അപ്പോൾ തമിഴാണ് ഇപ്പൊ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ആക്ച്വലി വന്നത് അതാണ്. അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും അറിയില്ല, എനിക്ക് ഒന്നും വന്നിട്ടില്ല. ആ ഒരു മൂവി എനിക്ക് ഡേറ്റ്സും കാര്യങ്ങളും സീരിയലിന്റെ ഡേറ്റ്സ് ആയിട്ട്. അപ്പോൾ അതാ ചോദിക്കാൻ വന്നത്. അപ്പോൾ സീരിയലിന്റെ ഡേറ്റും അതും കൂടെ ക്ലാഷ് ആകുമ്പോൾ ഏതെടുക്കുകയാണ്? സാറിന് ഓക്കെയാണ്. നമ്മുടെ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡേറ്റ്സ് എങ്ങനെയാന്ന് നോക്കിയിട്ട് അവിടുത്തെ ഡയറക്ടറിനും പ്രശ്നമില്ല സീരിയൽ ചെയ്യുന്നതിന്. കാരണം എനിക്ക് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ ആദ്യം ചെയ്യുന്ന വർക്ക് ഏതാ അതാണ്. അത് സീരിയൽ ആവട്ടെ സിനിമ ആവട്ടെ. ഇപ്പൊ എനിക്ക് പ്രയോറിറ്റി ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന അഞ്ജലിയാണ്. അപ്പൊ അഞ്ജലിയാണ്. എവിടെ ലൊക്കേഷൻ വരുന്നത്? ട്രിവാൻഡ്രത്ത് തന്നെ. ഏതാ മറ്റതോ? ചെന്നൈയാണ്. അതൊരു 3 സ്റ്റോറീസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാ. ഒരു സ്റ്റോറി മൊത്തം എന്റെയാ. ഞാനും ഹീറോ ആണ് അതിൽ ലീഡായിട്ട് ചെയ്യുന്നത്. ആ സ്റ്റോറി ചെയ്യാനായിട്ട് ബാക്കി സ്റ്റോറി ചെയ്താലേ ഇത് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാ. അപ്പൊ അതുകൊണ്ട് ഡേറ്റ്സിന്റെ കാര്യമായിട്ട് അതും ഇൻവെസ്റ്റിഗേഷൻ ആണോ? അത് കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഉണ്ടല്ലോ. മുൻ ജന്മത്തിൽ എന്തെങ്കിലും ആയിരുന്നോ? കിട്ടിയ ഹസ്ബൻഡും അഡ്വക്കേറ്റ് ആണ് തോന്നുന്നു. എന്തൊക്കെയോ ഇവിടേക്ക് നടക്കുന്നുണ്ട്. നോക്കട്ടെ. അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛൻ റിസർവ് ബാങ്കിലായിരുന്നു. ബാങ്കിലാണ്? യാതൊരു ബന്ധവും ഇല്ല അത്. അമ്മ വർക്ക് ചെയ്യുവാണ്? അമ്മ ഹൗസ് വൈഫാണ്. സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ ഓട്ടിസ്റ്റിക് ആണ്, സംസാരിക്കില്ല. ഇൻസ്റ്റ കണ്ടിട്ടില്ല? ഇല്ല. ചേച്ചി നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഉണ്ടല്ലോ. ഉണ്ടോ?
ഇൻസ്റ്റയിലല്ലേ എന്നെ മെസ്സേജ് അയച്ചു. ആ പക്ഷെ നമ്മള് ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടില്ല. നോക്കിയിട്ടില്ല. അതാണ്. പാർവതി കാണാറുണ്ട്, പാർവതിയുടെ സീരിയല് ഞാൻ കാണാറുണ്ട്. കാണാറുണ്ട്, എല്ലാ ഞാൻ എപ്പിസോഡും കറക്റ്റ് കണ്ടിട്ട് ഞാൻ നോക്കും എവിടെയായിരുന്നു എന്തായിരുന്നു എന്താണ് എവിടെയാ പാളി പോയത്, അതൊക്കെ നോക്കും. ഓഡിയൻസിന് എവിടെയാ തെറി വിളിക്കാൻ പിന്നെ പോകുന്നത്. എനിക്ക് എപ്പോഴും എന്റെ എപ്പിസോഡ് കണ്ടിട്ട് കറക്റ്റ് ഫീഡ്ബാക്ക് തരുന്ന എന്റെ അമ്മയാണ്. അമ്മ കറക്റ്റ് പറയും, പറു ആ നീ ചെയ്തത് അതുണ്ടല്ലോ, അത് നിന്റെ ലിപ്സ്റ്റിക് ഭയങ്കരമായിട്ട് കൂടുതലുണ്ടല്ലോ, അതൊക്കെ പറയും. ആ ഡ്രസ്സ് ഉണ്ടല്ലോ അത് ഇനി വേണ്ട കേട്ടോ, അത് കൊള്ളൂല എന്നൊക്കെ. പിന്നെ അഭിനയമാണെങ്കിലും നീ അത്രയും കരഞ്ഞത് ഓക്കെ, പക്ഷെ നീ കരയുമ്പോൾ കുറച്ച് ചുണ്ടൊക്കെ ഇങ്ങനെ ഒതുക്കി പിടിച്ചൊക്കെ തരണം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. എവിടുന്ന് ഷോപ്പ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ? ഡ്രസ്സ് ഓൺലൈനിൽ എവിടെന്നെങ്കിലും, എവിടെ ഏറ്റവും വില കുറവുണ്ട് അവിടെ നിന്ന് അങ്ങ് മേടിക്കും. എല്ലാവരും ഇതിന് ഇന്നലെ നമ്മുടെ ആർട്ടിസ്റ്റിന്റെ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ രോധനം. കാരണം നമ്മൾ ഒരു ദിവസം കൂടിപ്പോയ, ഞാൻ ഫസ്റ്റ് ആൺപറന്നോള് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടായിരിക്കും ഫസ്റ്റ് ഷൂട്ട് ചെയ്യണം. അപ്പൊ എല്ലാ സീനിലും ഉണ്ടാവും 8 ഡ്രസ്സൊക്കെ മാറേണ്ടി വരും ഒരു ദിവസം. അപ്പൊ അങ്ങനെ 15 ദിവസം ഷൂട്ട് സാരിയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ആരെങ്കിലും നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. ഇതാകുമ്പോൾ സൈസ് ഫിറ്റ് ചെയ്യണം, അങ്ങനത്തെ കുറെ പരിപാടി ഉണ്ടല്ലോ. 15 ദിവസവും ആലോചിച്ച് നോക്കും, അപ്പൊ എത്ര ഡ്രസ്സ് വേണം. ആൾക്കാർ പറയും സീരിയലിലൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ടൊക്കെ ആൾക്കാർക്ക് ഒന്നുമില്ല. നമ്മളെ ബുദ്ധിമുട്ട് നമുക്കേ അറിയൂ. ഈ ഡ്രസ്സൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണം, അതെല്ലായിടത്തും അങ്ങനെയാണല്ലോ പൊതുവെ. പക്ഷെ കുറേ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഭയങ്കര സുന്ദരിയായിട്ടൊക്കെ നിൽക്കാം. പക്ഷെ ഇത് കണ്ടിന്യൂറ്റി വരുമ്പോഴാണ് പാട്. ഒരു ദിവസമൊക്കെ ഇടാം. പിന്നെ ഞാൻ മഴ നനയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു, ആ ഡ്രസ്സൊക്കെ ഇവൻ്റെ രാവിലെ തൊട്ട് രാത്രി വരെ ഫുൾ അതിട്ട് മഴ. ചില കല്യാണ സീനുകളിൽ 7 ദിവസം 8 ദിവസമൊക്കെ പോയ സീനുകളുണ്ട്, 12 ദിവസം പോയതൊക്കെ ഉണ്ട്. ഓർണമെന്റ്സ് പിന്നെ അത് വെറുക്കും നമ്മൾ, വെറുക്കാതെ സത്യം പിന്നെ ഉടുക്കത്തേ ഇല്ല, കീറി പറഞ്ഞ് അതങ്ങ് കളയും നമ്മൾ. അപ്പോൾ ലൈക്ക് ആൻഡ് ലൈവിലെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.